ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഈ ഇൻട്രോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഞാൻ എൻ്റെ റൂമിലല്ലത്, ഞാൻ എൻ്റെ കസിൻ്റെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. സംഭവം ഞങ്ങൾ അടുത്ത് തന്നെയാണ്. അവൾ അൽമുറാറിലാണ്, ഞാൻ അൽബറയിലാണ്. പിന്നെ ഇതാണ് കേട്ടോ അവളെ മോനെ. പിന്നെ ഇതാ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ അവൾ എനിക്ക് ചായയും നല്ല കപ്പ, മത്തിക്കറി, ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് കഴിച്ചു. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നാട്ടിൽ നിന്ന് എപ്പോഴോ കഴിച്ച് പോകുന്നതാണ്, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കഴിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഒരു 6:30 ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ടൈം പോയതേ അറിഞ്ഞില്ല. ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഇതാ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ മാറ്റി പുറത്തിറങ്ങാം കേട്ടോ. ഞങ്ങളെ ലക്ഷ്യം എന്താ വെച്ചാൽ പർച്ചേസിങ്ങിന് ഇറങ്ങണം, അത്ര തന്നെയാണ്. ഓള് ഈ മാസം 21 നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ജസ്റ്റ് പർച്ചേസ് നടത്താൻ വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ എനിക്കും മേടിക്കുക, ആ ഒരു പ്ലാനിലാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ പുറത്ത് പോവാന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി ചാട്ടാണ് കേട്ടോ അവന്. പക്ഷെ ഞങ്ങൾ ഇവനെ കൊണ്ടുപോകണില്ല. അവൻ്റെ പപ്പൻ്റെ ഷോപ്പിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയതല്ലേ, നല്ല തെണ്ടേണ്ടി വരും, നല്ലോണം നടക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ഫസ്റ്റ് തന്നെ പോണത് ഇവൻ്റെ പപ്പൻ്റെ ഷോപ്പിൽ കണ്ടോ. ഇവനെ അവിടെ ആക്കി കൊടുത്തിട്ട് നേരെ മാർക്കറ്റിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ അവനെ കൊണ്ടാക്കി അവിടെ ആക്കി കൊടുത്തു. ഈ നൈഫ് എന്ന പ്ലേസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ദേറയിൽ തന്നെ ഏറ്റവും ഒരു പഴയ പ്ലേസിൽ ഒന്നാണ് കേട്ടോ ഈ നൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എത്തിയാൽ തന്നെ ഭയങ്കര ഒരു ബിസി ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ലോക്കൽ മാർക്കറ്റ്സ്, ചെറിയ ചെറിയ ഷോപ്പുകൾ, പിന്നെ ഇവിടുത്തെ റോഡുകൾ എപ്പോഴും ഭയങ്കര റഷും കാര്യങ്ങളാവും കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നൈഫ് പോലീസ് സ്റ്റേഷൻ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റും എപ്പോഴും നല്ല പോലീസുകാർ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി നൈഫ് മാർക്കറ്റിലെത്തി. സംഭവം ഇവിടെ എത്തുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണത്. ഇതൊരു ചെറിയൊരു ട്രഡീഷണൽ മാള് പോലെ ആട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഒരു ഓൾഡ് മാള്. പിന്നെ ഈ നൈഫ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് റീസണബിൾ പ്രൈസിന് ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ബാർഗെയിനിങ് ഒക്കെ നല്ലോണം അറിയുന്ന ഒരാളാണെങ്കിൽ നല്ലോണം ബാർഗെയിൻ ചെയ്ത് ഷോപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഈ നൈഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ പിന്നെ ഫസ്റ്റ് തന്നെ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷൻക്കായിരുന്നു കേട്ടോ. അതായത് മെയിനായിട്ട് വന്നത് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിരുന്നു. അതുകൊണ്ട് അവൾക്ക് നാട്ടിൽ കൊണ്ടുപോകാനല്ലേ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു ഡ്രസ്സ് എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടമായിട്ടോ. അതൊരു നെവി ബ്ലൂ വരുന്ന ഒരു ഗൗണാണ്. പക്ഷേ എന്താ പ്രശ്നം എന്താ വെച്ചാൽ എനിക്കത് വലിയ ലെങ്ത്ത് കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് റിഗ്രറ്റ് അടിക്കും വിചാരിച്ച് ഞാൻ മേടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇതിൽ കൂടെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചുറ്റും ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളായിരിക്കും. ഐസ്ക്രീം മേടിക്കാൻ വിചാരിച്ചു. അങ്ങനെ 2 ഐസ്ക്രീം മേടിച്ചിട്ടോ അവിടെ നിന്ന് തന്നെ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു, അവിടെ ഇരുന്ന് കഴിച്ചു. അവിടെ ഇരുന്ന് സംസാരിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ നടക്കണോണ്ട് തന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ജെൻസിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ അതിൽ കയറിട്ടോ. കാക്കു എനിക്കൊരു ഷർട്ട് നോക്കണമായിരുന്നു. അങ്ങനെ അവിടെ കയറി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവളെ മോനെ എടുക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ റിട്ടേൺ പോന്നു കേട്ടോ. അവളെ റൂമുക്കും പോയി, ഞാൻ നേരെ എൻ്റെ റൂമുക്കാട്ടോ പോയത്. പിന്നെ കാക്കുവിനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ആൾ ഒരുമിച്ചാട്ടോ റൂമുക്ക് പോയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.